ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ ബെല്ലൈക്കണും അമർത്തൂ. നമസ്കാരം, ഷൈൻ വൈദ്യരാണ്. ചെന്നിനായകം എന്ന് പറയുന്ന ആയുർവേദത്തിലെ നാട്ടുവൈദ്യത്തിലെയും പ്രധാനപ്പെട്ട ഔഷധമായ ചെന്നിനായകം വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായും വാതരോഗത്തെയും വേദനയെയും തുടങ്ങി നിരവധി നീർക്കെട്ടുകളെയും ഉള്ളിലേക്കും പുറത്തേക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഔഷധമാണ് ചെന്നിനായകം. ചെന്നിനായകത്തിൻ്റെ വ്യാജന്മാർ ഇന്ന് മാർക്കറ്റിൽ നിരവധിയുമാണ്. കാരണം ചെന്നിനായകം എന്ന് പറയുന്ന വസ്തു കറ്റാർവാഴയുടെ നീരിൽ നിന്നും ഉണ്ടാക്കുന്ന ഒന്നാണ്. ഈ കറ്റാർവാഴയുടെ നീരിൽ നിന്നും ഉണ്ടാക്കുന്ന ചെന്നിനായകം അതിനെ കട്ട പിടിപ്പിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയും യഥാർത്ഥമായി നമ്മൾക്കിന്ന് പലപ്പോഴും മാർക്കറ്റിൽ ലഭ്യമാകുന്നത് യഥാർത്ഥ ചെന്നിനായകമല്ല. ചെന്നിനായകത്തിന് വിവിധ പേരുകൾ പറയാറുണ്ട്. സന്നിനായകം എന്നും അതിനെ പേര് പറയാറുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ വിവിധ പേരുകളിലാണ് ആ ചെന്നിനായകത്തെ അറിയപ്പെടുന്നത്. കുട്ടികൾ ഈ പ്രസവരക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ് കുട്ടികൾ മുലകുടി നിർത്താനാവുമ്പോൾ ഈ മുലകുടി നിർത്താത്ത കുറേ നാളുകൾ നീണ്ടു പോകുന്ന കുട്ടികൾക്ക് മുലകുടി നിർത്താൻ വേണ്ടി ചെന്നിനായകം അവരുടെ സ്ത്രീകളുടെ സ്തനങ്ങളിൽ പുരട്ടുന്ന രീതിയുണ്ട്. അത് പുരട്ടുമ്പോൾ കുട്ടി ഈ കയ്പ്പ് രസം നുണയുന്നതോടുകൂടി ആ മുലകുടി നിർത്തുകയും വീണ്ടും ആ മുലകുടി നിർത്തുന്ന രീതി മാറ്റപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ കുട്ടിയുടെ രീതിയിൽ അതിന് മാറ്റം വരികയും ചെയ്യുന്നുണ്ട്. ശുദ്ധമായ കറ്റാർവാഴയുടെ ഉള്ളിലുള്ള പൾപ്പ് അല്ലെങ്കിൽ ആ ജെല്ല് പോലെയുള്ള വസ്തു എടുത്തിട്ട് അതിൻ്റെ വറ്റിച്ചെടുത്ത അതിനെയാണ് സന്നിനായകം അല്ലെങ്കിൽ ചെന്നിനായകം എന്നൊക്കെ പറയുന്ന വസ്തു. എന്ന് വെച്ചാൽ കറ്റാർവാഴയുടെ എക്സ്ട്രാക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. കറ്റാർവാഴയെ ഉണക്കി സൂര്യപാകത്തിൽ വറ്റിച്ച് എടുത്ത് ഉണ്ടാക്കുന്നതാണ് ചെന്നിനായകം. ഈ ചെന്നിനായകം വിവിധ രോഗങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഉള്ളിലുള്ള നീർക്കെട്ടുകളെ, ഇപ്പോൾ ഉള്ളിലേക്ക് ചതവ് സംഭവിക്കുകയോ അല്ലെങ്കിൽ മുറിവുകൾ സംഭവിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെന്നിനായകം എടുത്ത് നമ്മൾ ഒരു ചെറിയ ഗുളിക വലുപ്പത്തിൽ ഉരുട്ടി കഴിക്കുകയോ മറ്റ് മരുന്നുകളുമായി സമ്മിശ്രമായിട്ട് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഇത് രീതിയിൽ ഉള്ളിലേക്ക് കഴിക്കുകയും അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ചില പച്ചമരുന്നുകളോടൊപ്പം തന്നെ ചെന്നിനായകവും അരച്ച് കെട്ടുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നടുവേദന വരുന്ന ആളുകൾക്ക് മുട്ടയുടെ വെള്ളയും ചെന്നിനായകം കൂടി അരച്ച് നടുവേദനയുള്ള ഭാഗത്ത് പുരട്ടുകയും അതിനെ ഒരു പ്രത്യേക ബെൽറ്റ് പോലെ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ട് ചുറ്റി കെട്ടുകയോ ഒക്കെ ചെയ്യുന്ന വിവിധ രീതികളിലുള്ള പ്രത്യേകതകൾ ഉണ്ട്. അതിന് രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ട്, നീരിനെ പിടിക്കുവാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ വേദനയെ കുറയ്ക്കുവാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ നിരവധി ഔഷധ ഗുണങ്ങളുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾ മാർക്കറ്റിൽ പോകുമ്പോൾ ഇത് ശുദ്ധമായിട്ടുള്ള ചെന്നിനായകം മേടിക്കുവാൻ ശ്രദ്ധിക്കണം. കാരണം ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന പല ചെന്നിനായകങ്ങളും കറുപ്പ് നിറം ഉണ്ട് എന്ന് മാത്രമുള്ളൂ. ചിലത് മധുരിക്കുന്ന വരെ സ്വഭാവം ഉള്ളതാണ്. എന്നാൽ യഥാർത്ഥ ചെന്നിനായകം നല്ല കയ്പ് രസത്തോടു കൂടിയിട്ടുള്ള ചെന്നിനായകമാണ്. അപ്പോൾ ഇത് നമ്മൾ സ്വബുദ്ധിയാൽ നമ്മൾ കണ്ടുപിടിക്കുക തന്നെ വേണം. കാരണം ഈ വിവിധ സ്ഥലങ്ങളിൽ എൻ്റെ അനുഭവത്തിൽ പലപ്പോഴും ചെന്നിനായകം മേടിക്കുമ്പോൾ ശുദ്ധമായ ചെന്നിനായകം ലഭ്യമാകാതെ ഇരിക്കുകയും ഇതിനകത്ത് തൂക്കത്തിന് വേണ്ടി പല വ്യത്യസ്തമായ സാധനങ്ങൾ ചേർക്കുന്നതുമായിട്ടൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ ചെന്നിനായകത്തെ തന്നെ മേടിക്കുകയും അത് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ അത് പ്രത്യേകം ഉപയോഗിക്കേണ്ടതാണ്. ഇതിൻ്റെ കൂടെ ഇപ്പോൾ കൃത്രിമമായി വരുന്ന പല സാധനങ്ങളും ടാറ് പോലെയുള്ള സാധനങ്ങൾ വരെ ചെന്നിനായകത്തിൽ കടന്നുകൂടിയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. തൂക്കം കിട്ടുന്നതിന് വേണ്ടി ചരലുകളും മറ്റുള്ള വസ്തുക്കളും ഒക്കെ ചേർത്തുകൊണ്ട് അതിൻ്റെ തൂക്കത്തിൻ്റെ അളവ് കൂട്ടുവാനും ഒക്കെ ഉപയോഗിക്കുന്നു. അതുമാത്രവുമല്ല, ശർക്കരയടക്കമുള്ള വസ്തുക്കൾ ഈ ചെന്നിനായകത്തിൽ ചേർക്കുവാൻ ശ്രമിക്കുന്നു. അങ്ങനെ ചെന്നിനായകം ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാകുന്ന വിശ്വാസപൂർണ്ണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതല്ല എന്ന് തന്നെ പറയണം. പല ക്വാളിറ്റിയിലുള്ള ചെന്നിനായകത്തെ നമ്മൾക്ക് മാർക്കറ്റിൽ പോയാൽ കാണാൻ പറ്റും. യഥാർത്ഥ ക്വാളിറ്റിയുള്ള നല്ല ചെന്നിനായകത്തിന് നല്ല വിലയും ഉണ്ട്. അത് ഇത്രയേ ഉള്ളൂ. കറ്റാർവാഴ സൂര്യഭാഗത്തിൽ വറ്റിച്ചെടുക്കുന്ന രീതിയാണ്. അത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതുമാണ്. പക്ഷേ
ഇതിനെ വളരെ കൃത്യമായ രീതിയിൽ, നല്ല രീതിയിൽ, നല്ല പാത്രത്തിൽ സൂര്യപാകം പോലെ ഇതിൻ്റെ പൾപ്പുകളെടുത്ത് വളരെ ശ്രദ്ധയോടെ സൂര്യപാകത്തിൽ ഉണക്കി എടുക്കേണ്ടതാണ്. വീട്ടിലുണ്ടാക്കാവുന്ന ചെന്നിനായകം നല്ല ഇരുമ്പ് ദോശച്ചട്ടി പോലുള്ള നല്ല ഇരുമ്പ് ചട്ടി, നല്ല ചട്ടി എടുത്ത് അതിന് മുകളിൽ കറ്റാർ വാഴയുടെ പൾപ്പ് എടുത്തുകൊണ്ട് അത് ചൂടാക്കി അതിനെ വറ്റിച്ചെടുത്ത് നല്ല പോലെ റോസ്റ്റാക്കി അതിനെ ഉരുട്ടിയെടുക്കുന്ന ഒരു രീതിയുണ്ട്. അത് ചെറിയ രീതിയിൽ വീടുകളിൽ മാത്രം ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രോസസ്സാണ്. അത് യഥാർത്ഥ ചെന്നിനായകത്തിൻ്റെ ഒരു പ്രോസസ്സിങ് രീതിയല്ല. അല്ലാതെ വീടുകളിലൊക്കെ ഇപ്പോൾ ചെറിയൊരു ഗുളിക വലുപ്പത്തിൽ ഒരു ചെറിയ നല്ല ശുദ്ധമായ ചെന്നിനായകം ഉണ്ടാവണമെങ്കിൽ കറ്റാർ വാഴയുടെ ഉള്ളിലുള്ള ആ പൾപ്പെടുത്ത് ദോശക്കല്ലിലിട്ട് അതിനെ വറ്റിച്ച് എടുത്ത് അതിനെ കുറുക്കി ഒരു ഗുളിക രൂപത്തിൽ ഉരുട്ടിയെടുക്കുന്ന ഒരു പ്രക്രിയയും ഉണ്ട്. അത് പലരും ചില വീടുകളിൽ ഗൃഹവൈദ്യം പോലെ ചെയ്യുന്ന രീതിയാണ്. പക്ഷേ ഇതിന് നിരവധി ഔഷധ ഗുണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞതിൽ കൂടുതൽ ഔഷധ ഗുണങ്ങളുണ്ട്. വാതരോഗങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്, വേദനകളെ നശിക്കുവാനുള്ള കഴിവുണ്ട്. ഈ പ്രത്യേകിച്ച് കറ്റാർ വാഴ ഏതാണ്ട് 40ഓളം രോഗങ്ങളെ പ്രതിരോധിക്കുവാനുള്ള കഴിവ് കറ്റാർ വാഴയ്ക്കുണ്ട്. അതേ ഗുണങ്ങളൊക്കെ തന്നെ ഏകദേശം ചെന്നിനായകത്തിനുമുണ്ട്. വിവിധ രീതികളിൽ ചെന്നിനായകത്തിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞു. ആ രീതിയിലെല്ലാം ഓരോ വൈദ്യനും ഓരോ യുക്തിക്കും അനുസരിച്ചിട്ടാണ് മരുന്നുകൾ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് ആ ചെന്നിനായകത്തിന് വിവിധ രീതികളിൽ അതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും വളരെ സവിശേഷതയാണ്. വിവിധ കഷായങ്ങളിലും അതുപോലെ തന്നെ എണ്ണകളിലും ഒക്കെ ഈ ചെന്നിനായകം ചേരുന്നുണ്ട്. ഈ ചെന്നിനായകം പലപ്പോഴും മരുന്നുകളുടെ ഉത്തമമായ ഗുണം നമുക്ക് ലഭ്യമാകണമെങ്കിൽ യഥാർത്ഥമായ മരുന്നുകൾ അതിനകത്ത് ചേർക്കേണ്ടതാണ്. പലപ്പോഴും ഈ യഥാർത്ഥമായ മരുന്ന് ലഭ്യമാകാതെ ഇരിക്കുമ്പോഴാണ് പലപ്പോഴും വൈദ്യന്മാർക്ക് പോലും അതിൻ്റെ പേരുദോഷങ്ങൾ വരാറുള്ളത്. കാരണം നല്ല മരുന്നാണെങ്കിൽ പോലും അതിൽ ചേരുന്ന ചിലപ്പോൾ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ചെന്നിനായകമാണെങ്കിൽ പോലും അത് ക്വാളിറ്റി ഉള്ളതല്ലാത്തത് ആണ് എങ്കിൽ സ്വാഭാവികമായും ആ മരുന്നുകൾ മൊത്തം നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് യഥാർത്ഥ ചെന്നിനായകം തന്നെ നമ്മൾ മേടിക്കേണ്ടതുണ്ട്. അത് കറ്റാർ വാഴയിൽ നിന്നും എടുക്കുന്ന ജെല്ല് വറ്റിക്കുന്ന വസ്തുവാണ് ഈ ചെന്നിനായകം. പിന്നെ വീട്ടിൽ അതിന് ആവശ്യമായ രീതിയിൽ ചില കുറുക്ക് വഴികളിലൂടെയും വേണമെങ്കിൽ നമ്മൾക്ക് ഉണ്ടാക്കാം. ചെന്നിനായകത്തിൻ്റെ നീരെടുത്തുകൊണ്ട് അതിനെ വറ്റിച്ചെടുത്ത് നല്ല ചൂടുള്ള ഇതിൽ തന്നെ അതിനെ വറ്റിച്ച് കൊണ്ടുവന്നാൽ സൂര്യപ്രകാശം കൊണ്ട് തന്നെ വറ്റിച്ചെടുക്കുന്നതാണ് ചെന്നിനായകം. ചില അങ്ങാടി മരുന്നുകളും ചിലർ ചേർക്കാറുണ്ട്. അതിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ചില മരുന്നുകളൂടെ ചേർത്തുകൊണ്ട് അതിനെ വറ്റിക്കുന്ന പ്രക്രിയകളും ഉണ്ട്. നന്ദി, നമസ്കാരം. ഷൈൻ വൈദ്യർ.